ഇന്നത്തെ വിഷയം ബാജിക്കറിയാണ് കേട്ടോ. പണ്ട് അച്ഛൻ്റെ അമ്മേനും കൂടെ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ പൊറോട്ടയ്ക്കൊപ്പം കിട്ടുന്ന ബീഫും ചിക്കനും മറന്നുകൊണ്ട് ബാജിക്കറി വേണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്നായിരുന്നു ഞാൻ പറയാറുള്ളത്. പിന്നെ ബോധം വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന് അടിപൊളി ടേസ്റ്റ് ആണെന്ന് കേട്ടോ. എന്നാൽ പിന്നെ എൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ. പാൻ അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണയൊക്കെ കടുക് പൊട്ടിക്കുക, പെരിഞ്ചീരകം പൊട്ടിക്കുക, അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഏവരെയും കറിവേപ്പിക്കുന്ന ഉള്ളിനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറുതാക്കി അരിയാൻ മറക്കണ്ട. ഈ അരിവിലൊക്കെ കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. അതിനുശേഷം പണ്ടുള്ളവർ പറയുന്ന പോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സവോള പെട്ടെന്ന് അങ്ങോട്ട് വഴണ്ടി കിട്ടും. അവർ തമ്മിൽ അത്ര ചേർച്ചയ്ക്കല്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് സവോള പെട്ടെന്ന് അങ്ങോട്ട് താന്നു കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവ് പറയാൻ ഷാൻജിയയ്ക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. ഒരു എതത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. പിന്നെ നമ്മൾ ക്യാരറ്റും പൊട്ടറ്റോയും കൂടി വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ച് വെച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗീ ഉണ്ടെന്ന് വിചാരിച്ചോ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ബൈ.